ഇതുപോലെ പാമ്പേഴ്സ് വിസ്പർ ഒന്നും ചുരത്തിൽ ആരും ഉപേക്ഷിച്ച് പോരുന്ന മക്കളെ. ഇതൊക്കെ ഉണ്ടല്ലോ വില കൂടിയ സാധനങ്ങൾ. അപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോകണം. പ്ലാസ്റ്റിക് ആണ് കൂടുതലും നിങ്ങൾ കഴിയുന്ന രീതിക്ക് നല്ല വൃത്തിക്ക് ഒരു സേഫ് ആയിട്ട് എടുത്തു വെക്കാൻ അല്ലാതെ വലിച്ചെറിയുന്നത്. അതെ, വെരി ഗുഡ്. ഹായ് ഹലോ, വി ക്രിയേറ്റേഴ്സ് ഫാമിലിയാണ്. ആഗസ്റ്റ് 15, 2025 ശുചിത്വമുള്ള ചുരം, ഭംഗിയുള്ള യാത്ര, ആ ഒരു മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് വയനാട്ടിൽ നിന്ന് പൊറുക്കി വയനാടിന്റെ ചുരത്തിന്റെ കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ബോട്ടിലുകളാണ് കേട്ടോ. വേസ്റ്റ് കുപ്പികള്, വാട്ടർ ബോട്ടിലുകൾ, അതുപോലെ തന്നെ ഈ ലൈസിന്റെ മിഠായിന്റെ കവറുകൾ, അതുപോലെ തന്നെ മദ്യ കുപ്പികൾ. ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മളൊക്കെ ഒരു നേരം കുടിക്കുന്ന വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. കുട്ടികളാണെങ്കിൽ ലൈസ്, പമ്പേഴ്സ്, പാഡ് മുതൽ നമുക്ക് റോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ചെയ്യാന്നുള്ളത് പഞ്ചായത്തിന് തന്നെ അറിയാത്തൊരു സംഗതിയാണ്. അപ്പൊ ഇതൊന്നും വലിച്ചെറിയാനുള്ളതല്ല നമ്മളെ പബ്ലിക്. പ്രത്യേകിച്ച് ഇത്രയും മനോഹരമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന, പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി വരുന്ന, നമ്മളൊക്കെ ഒരു നേരം വൈകുന്നേരം ആണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ ഇവിടെ ഒന്ന് ചായ കുടിക്കാനും വൈകുന്നേരങ്ങളിലൊക്കെ സായാഹ്നങ്ങളിലൊക്കെ ചെലവഴിക്കാൻ വരുമ്പോൾ ഇതിന്റെ പ്രകൃതി ആസ്വദിക്കാൻ. പക്ഷെ ആ പ്രകൃതി മലിനമാക്കുന്ന സംരംഭങ്ങൾ, എന്താ പറയാ, പ്രവർത്തികളാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം സ്ഥലങ്ങൾ മലിനമാക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. നമ്മളെ വേസ്റ്റുകൾ നമ്മളെ വാഹനത്തിൽ വെച്ചാൽ മതി. ഒരു വെള്ള ബോട്ടിലല്ലേ ഉള്ളൂ, അത് കുടിച്ചിട്ട് വലിച്ചെറിയേണ്ട ആവശ്യമില്ലല്ലോ. ലേസിന്റെ പാക്കറ്റ് ആണ്, വാഹനത്തിൽ ഒരു കീസ് വെക്കണം. ഇതൊന്നും വലിച്ചെറിയുന്ന സ്വഭാവം അല്ലേ സാധിക്ക? പ്രകൃതി ദൈവത്തിന്റെ വരദാനമാണ്. അത് കാത്തു സൂക്ഷിക്കൽ ഓരോ പൗരന്റെയും കടമയാണ്. മാനവക്കാരന്റെ മനസ്സിലുദിച്ച ഒരു ആശയമാണ് ചുരം വൃത്തിയാക്കുക. ഓഗസ്റ്റ് 15 ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, കോഴിക്കോട് നിന്നുണ്ട്, മലപ്പുറത്ത് നിന്നുണ്ട്, പല ഭാഗങ്ങളിൽ നിന്നും വന്ന ടീമാണ്. എന്താണെങ്കിലും ഇത്രയും വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റി ഒരു നല്ല കാര്യമായിട്ടാണ്. അപ്പോൾ ദൈവത്തിന്റെ വരദാനമായ പ്രകൃതി പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുക. ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് വലിച്ചെറിയരുത്. ഇതുപോലെ ഒക്കെ നമ്മുടെ പ്രകൃതി സുന്ദരമായിരിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രവർത്തിക്കാം.